ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ പഴയ കുറച്ച് PVC പൈപ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു 3 പ്ലാന്റേഴ്സിൻ്റെ ഐഡിയ ആണ് കേട്ടോ. ഒരു പ്ലാന്റ് സ്റ്റാൻഡ്, അതുപോലെ 2 പ്ലാന്റ് പോട്ട്, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഒരു PVC പൈപ്പ് കൊണ്ടാണ് ഇവിടെ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കളറ് ഇനാമൽ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു PVC പൈപ്പ് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുക്കും കേട്ടോ ഒന്ന് ഉണങ്ങി കിട്ടാൻ. പിന്നെ ഞാൻ ഇതുപോലെയുള്ള ഒരു മൂടിയാണ് എടുക്കുന്നത്. ഇതൊരു ബിസ്ക്കറ്റും പാത്രത്തിൻ്റെ മൂടിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് കയറും ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പം ചെയ്യേണ്ടത്, ഈ ഒരു ബിസ്ക്കറ്റ് പാത്രത്തിൻ്റെ മൂടി ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് ആ കയറ് കൊണ്ട് ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മൂടി മൊത്തമായിട്ട് കയറൊന്ന് ചുറ്റിയിട്ട് വരാം. ഇപ്പോൾ അത് കയറുകൊണ്ട് മൊത്തമായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെയുള്ള നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പെയിൻ്റ് അടിച്ച് വെച്ച PVC പൈപ്പും നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ കയറ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയിട്ടായിത്തിരി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറ് ചുറ്റാം. ഇതുപോലെയാണ് ഞാനിങ്ങനെ കയറ് ചുറ്റിയെടുത്തത് കേട്ടോ. അപ്പോൾ അതും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ തന്നെയാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ താഴെയും കയറൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഈ ഭാഗത്ത് കയറ് ചുറ്റിയെടുത്തത്. ഇനിയും ഈ ഒരു പൈപ്പ് ഞാൻ ഈ രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ വെച്ച് കൊടുക്കാം. അധികം കയറുള്ള ഭാഗം മേലോട്ടാക്കിയിട്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മൂടിയുണ്ടല്ലോ, അതിങ്ങനെ മേലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇത് വരുന്നത്. ചെറിയൊരു പ്ലാന്റ് സ്റ്റാൻഡ് പോലെയാണ് കേട്ടോ ഇത് ആകുന്നത്. ഇനി ഇതിൻ്റെ മേലെ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു പോട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഒരു ചെറിയൊരു പീസ് PVC പൈപ്പ് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ടൊരു പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അടുത്ത ഒരു പ്ലാന്റർ ഉണ്ടാക്കിയത് ഇതുപോലെയുള്ളൊരു അരിപ്പയും അതുപോലെ ഇതുപോലത്തെ ഒരു PVC പൈപ്പും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഇനാമൽ പെയിൻ്റാണ് പൈപ്പിനും അതുപോലെ അരിപ്പക്കും അടിച്ചു കൊടുത്തത് കേട്ടോ. ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ട് അരിപ്പയും PVC പൈപ്പും നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് കവറ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഒരു കവറ് അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നുവെച്ചാൽ അരിപ്പയിൽ നമ്മൾ നേരിട്ട് മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഹോളിലൂടെയൊക്കെ മണ്ണ് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് നമ്മൾ ഓൾറെഡി പെയിൻ്റ് അടിച്ചൊക്കെ വെച്ച ആ ഒരു PVC പൈപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുക. അപ്പോൾ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുമ്പോൾ ആ ഒരു PVC പൈപ്പ് നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇരുന്നോളൂ കേട്ടോ. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി PVC പൈപ്പിൻ്റെ ഉള്ളിലായിട്ടും പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം.
ഇപ്പോൾ അതാ അരിപ്പയിലും ആ ഒരു PVC പൈപ്പിലും പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ഭാഗത്ത് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ അരിപ്പയിൽ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു PVC പൈപ്പിൻ്റെ ഹോളുകളിലും ഞാൻ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെർട്ടിക്കൽ പ്ലാന്റ്സ് ആയ റൂബി ഗ്രാസ് ആണ് ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ആ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി PVC പൈപ്പിൻ്റെ മേലെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിലും നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതാ അതിൽ ഞാൻ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്ലാന്റ് പോട്ടിൽ 3 ടൈപ്പ് ചെടികളാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വീട്ടിൽ ആവശ്യമില്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന അരിപ്പയും PVC പൈപ്പൊക്കെ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത പ്ലാന്റർ ഉണ്ടാക്കിയത് ഇതുപോലെയുള്ളൊരു PVC പൈപ്പ് കൊണ്ടാണ് കേട്ടോ. ഇതും എന്തിനോ വേണ്ടിയെടുത്തിട്ട് ബാക്കി വന്നൊരു PVC പൈപ്പിൻ്റെ ഒരു കഷ്ണം മാത്രമാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു കട്ടിങ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ആ ഒരു കട്ടിങ്സ് ഉണ്ടാക്കിയെടുത്തത്. ഇത് എക്സോ ബ്ലേഡ് അല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് PVC പൈപ്പിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഇനിയും ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ആ ഒരു ഭാഗം കട്ട് ചെയ്താൽ ഇതൊരു പ്ലാന്റ് സ്റ്റാൻഡ് പോലെ അമർന്ന് ഇരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇതാ അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് വരാട്ടോ. ഇത് നമുക്കൊന്ന് ഉറപ്പിച്ചൊന്ന് നിർത്തി നോക്കാം. ഇനിയിപ്പം ഈ ഒരു PVC പൈപ്പിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഗോൾഡൻ കളറ് അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം ദാ ഈ ഒരു PVC പൈപ്പ് ഫുള്ളായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ളൊരു കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ജൂട്ടും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു കാർഡ്ബോർഡ് മൊത്തമായിട്ട് ജൂട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ കാർഡ്ബോർഡ് മൊത്തമായിട്ട് ജൂട്ടൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയും ആ ഒരു PVC പൈപ്പ് ഉണ്ടല്ലോ, ആ PVC പൈപ്പിൻ്റെ ഈ ഒരു കഷ്ണം പോലെ നിൽക്കുന്ന ഭാഗത്തും നമുക്ക് ജൂട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇപ്പോൾ അതാ ജൂട്ടൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയും ആ ഒരു കാർഡ്ബോർഡിൽ ഈ ഒരു PVC പൈപ്പ് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ജൂട്ട് ചുറ്റുമ്പോൾ നല്ല രീതിയിൽ അതവിടെ സ്റ്റിക്ക് ചെയ്ത് ഇരുന്നോളും. ഇപ്പോൾ അതാ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ഈ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ PVC പൈപ്പിൻ്റെ അളവിലുള്ള പ്ലാസ്റ്റിക് കുപ്പി വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലോട്ട് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ദാ ഞാനായി ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി PVC പൈപ്പിലോട്ട് ഇത് വെച്ച് കൊടുക്കാം.
ഇനിയും ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ നോർമൽ മണി പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. വെള്ളത്തിൽ വളരുന്ന ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ശരിക്കും വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്ററൊക്കെ ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ വലിച്ചെറിയുന്ന ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.